നമസ്കാരം. ഒട്ടും എളുപ്പമല്ലെന്ന് പറഞ്ഞ് റെഡ് ബോൾ ക്രിക്കറ്റിന്റെ പടിയിറങ്ങുമ്പോഴും തന്റേതായ ശൈലി വിരാട് കോഹ്ലി കൈവിട്ടിട്ടില്ല. വിരമിക്കരുതെന്ന് BCCI ആവർത്തിച്ചു പറഞ്ഞിട്ടും കുലുങ്ങിയിട്ടില്ല മൈതാനത്തെ ഈ റൺ മിഷൻ. തനി കോഹ്ലി ശൈലിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് ഉറച്ച നിലപാടുമായാണ് പടിയിറങ്ങിയത്. ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി ബാഗി ബ്ലൂ ധരിച്ചിട്ട് 14 വർഷമായി. സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഫോർമാറ്റ് എന്നെ ഇവിടം വരെയുള്ള യാത്രയിൽ എത്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അതെന്നെ പരീക്ഷിച്ചു, എന്നെ രൂപപ്പെടുത്തി, ജീവിതകാലം മുഴുവൻ ഞാൻ ഓർക്കുന്ന പാഠങ്ങൾ പഠിപ്പിച്ചു. ഇനി ഇന്ത്യക്കായി വെള്ളക്കുപ്പായത്തിൽ കളിക്കാനില്ലെന്ന് വിരാട് കോഹ്ലി ലോകത്തെ അറിയിച്ചു തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെയാണ് വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പടിയിറങ്ങുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ കോഹ്ലി റെക്കോർഡുകൾ സൃഷ്ടിച്ച ഒരു പതിറ്റാണ്ടാണ് കഴിഞ്ഞു പോയത്. റെഡ് ബോൾ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആ പേര് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് പടിയിറക്കം. ടെസ്റ്റ് ബാറ്റർ എന്ന നിലയിൽ മാത്രമല്ല, നായകനായും സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ച മടക്കം ഒരർത്ഥത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ടെസ്റ്റിൽ ഇന്ത്യയുടെ നെടും തൂണായി മാറിയതിനു പിന്നാലെ നായകനായുള്ള വരവായിരുന്നു ക്രിക്കറ്റ് ലോകം കണ്ടത്. MS ധോണിയുടെ പടിയിറക്കത്തിന് പിന്നാലെ കോഹ്ലി രാജ്യത്തെ നയിക്കാനിറങ്ങി. ധോണി അടയാളപ്പെടുത്തിയ നേട്ടങ്ങളുടെ ഒരു വലിയ കൂമ്പാരമുണ്ടായിരുന്നു കോഹ്ലിക്ക് മുന്നിൽ. പിൻഗാമിയായി എത്തുമ്പോൾ വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും. എന്നാൽ തെല്ലും ആശങ്കയില്ലാതെയാണ് കോഹ്ലി ടെസ്റ്റിൽ ഇന്ത്യയെ പടനയിച്ചിറങ്ങിയത്. ലങ്കയ്ക്കെതിരായ പര്യടനം മുതൽ കോഹ്ലി എന്ന നായകൻ റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയെ പിടിച്ചുയർത്തി. ബാറ്റിംഗിൽ ഉയർന്നും താഴ്ന്നുമാണ് ഇന്ത്യയുടെ സൂപ്പർ താരം മുന്നോട്ട് പോയത്. പക്ഷെ നായകൻ എന്ന നിലയിൽ ഏവരെയും കോഹ്ലി ഞെട്ടിച്ചു. 2016 ടെസ്റ്റ് നായകൻ എന്ന നിലയിലും ടെസ്റ്റ് ബാറ്റർ എന്ന നിലയിലും തിളങ്ങുന്ന പ്രകടനമാണ് കോഹ്ലി കാഴ്ചവെച്ചത്. ടീമിനെ ഒന്നടങ്കം കോഹ്ലി പ്രചോദിപ്പിച്ചു. തിരിച്ചടികളിൽ വീര്യത്തോടെ മുന്നേറുന്ന ശൈലി, ആക്രമണോത്സുകമായ ബാറ്റിംഗ് ശൈലി പോലെ കോഹ്ലിയിലെ കളിക്കാരനും നായകനും അല്പം വീറോടെയാണ് എതിരാളികളെ നേരിട്ടത്. 2016 1215 റൺസാണ് കോഹ്ലി അടിച്ചെടുത്തത്. ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയെ ഒന്നാമതെത്തിച്ചു. 2017 മിന്നും ഫോം തുടർന്ന കോഹ്ലി ആ വർഷവും 1000-ലധികം റൺസ് അടിച്ചെടുത്തു. ഓസ്ട്രേലിയയെ ഇന്ത്യ 4-0 തൂത്തുവാരുന്നതിലും നിർണായകമായിരുന്നു കോഹ്ലിയുടെ പ്രകടനം. സെഞ്ചുറികളും ഡബിൾ സെഞ്ചുറികളും ആ ബാറ്റിൽ നിന്ന് ഒഴുകി. ആ വർഷം സ്വന്തം മണ്ണിലായിരുന്നു കോഹ്ലി നിറഞ്ഞു നിന്നതെങ്കിൽ 2018 വിദേശ മണ്ണിലും കോഹ്ലി വിശ്വരൂപം കാട്ടി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ ഇന്ത്യ പരാജയപ്പെട്ടെങ്കിലും കോഹ്ലി വേറിട്ടു നിന്നു. ഓസീസിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും വിരാട് കോഹ്ലി എന്ന ആധുനിക ക്രിക്കറ്റിലെ ഇതിഹാസത്തിന്റെ മറുപടി ഉണ്ടായിരുന്നു. ഒടുക്കം 2022 കോഹ്ലി നായക സ്ഥാനത്തു നിന്ന് പടിയിറങ്ങുന്നത്. 2014 MS ധോണിയിൽ നിന്ന് ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത കോഹ്ലി 68 ടെസ്റ്റുകളിൽ ടീമിനെ നയിച്ചു. 40 എണ്ണത്തിൽ ടീം ജയിക്കുകയും ചെയ്തു. പിന്നാലെ 3 വർഷത്തിനിപ്പുറം കൂടി കളിച്ച് പടിയിറങ്ങുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യൻ റൺവേട്ടക്കാരിൽ 4-മനായ കോഹ്ലി മാറിയിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ് പട്ടികയിൽ മുന്നിൽ. ഒടുക്കം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് കോഹ്ലി വിരമിക്കാനുള്ള തീരുമാനമെടുത്തതിന് പിന്നാലെ വിരമിക്കുന്ന കാര്യത്തിൽ പുനരാലോചന നടത്താൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോഹ്ലി വഴങ്ങാൻ തയ്യാറായില്ല. ഇംഗ്ലണ്ട് പര്യടനത്തിൽ കളിക്കണമെന്നാണ് സെലക്ടർമാർ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും അതിന് കാത്തു നിൽക്കാതെ കോഹ്ലി ടെസ്റ്റിൽ നിന്ന് പടിയിറങ്ങാനുള്ള തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ടെസ്റ്റിൽ കോഹ്ലി സൃഷ്ടിക്കുന്ന വിടവ് അത്ര പെട്ടെന്നൊന്നും ഇന്ത്യക്ക് നികത്താനാകുന്നതല്ല. T20 ലോകകപ്പ് വിജയത്തിന് ശേഷം T20 ക്രിക്കറ്റിൽ നിന്ന് കോഹ്ലി വിരമിച്ചിരുന്നു. ഇനി ഏകദിനത്തിൽ മാത്രമാണ് താരത്തെ കാണാനാവുക.